ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇത് ബേബികൾ എന്ന സിനിമയുടെ ചെറിയൊരു റിവ്യൂ ആണ്. സിനിമയെ പറ്റി ഒരുപാടൊന്നും പറയാനില്ല. അപ്പോൾ സിനിമ എന്തായാലും OTT റിലീസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ സോണി ലീവിലാണ് സിനിമ അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ കാണാത്തവർ എന്തായാലും പോയി കാണാം. കണ്ടവരാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മൂവിയുടെ റിവ്യൂലേക്ക് ഡയറക്റ്റായിട്ട് കിടക്കാം. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ നീം പോളി, ലിജോ മോൾ, സന്ദീപ് പ്രതാപ്, പിന്നെ അഭിമന്യു തിലകൻ, ഇവർ 4 പേരാണ് മെയിൻ സെൻട്രൽ ക്യാരക്ടേഴ്സ്. സിനിമയുടെ ഒരു പ്ലോട്ട് പറയുകയാണെങ്കിൽ ഒരു ബേബി ഗേൾ മിസ്സാവുന്ന ഹോസ്പിറ്റലിൽ നിന്ന്. അതിൽ നമുക്ക് ലീഡാവുന്നത് നമ്മുടെ നീംപോളിയാണ്. പിന്നെ ഞാൻ ഒരുപാട് സ്പോയിലറായിട്ട് പറയുന്നില്ല, നമ്മുടെ സംഗീതം ലിജോ മോളാണ് പിന്നെ സെക്കൻഡ് ഹാഫായിട്ട് ലീഡ് ചെയ്യുന്നത്. നീംപോളിക്ക് സ്ക്രീൻ പ്രസൻസ് വളരെ കുറവാണ്. നീംപോളിയാണ് നായകനെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൽ നായകനില്ല എന്നൊരു സംഭവങ്ങളൊക്കെ പറയേണ്ടി വരും. പിന്നെ നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫനും സിനിമയിൽ ചെറിയൊരു ക്യാമിയോ അപ്പിയറൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു അത്യാവശ്യം ഒരു ബിലോ ആവറേജ് ത്രില്ലറാണ്. ഞാൻ OTTയിലാണ് കണ്ടത്. ഇനി അതുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇനിയിപ്പോൾ തിയേറ്ററിൽ വലിയ മാറ്റമൊന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ സിനിമ ഏകദേശം ഒരു 2 മണിക്കൂർ 2.5 സംതിങ് എന്തേ ഉള്ളൂ. അപ്പം പിന്നെ നിങ്ങൾ കണ്ടവരാണ് എന്തായാലും രേഖപ്പെടുത്തുക, കാരണം നിങ്ങളുടെ റിവ്യൂസ് എനിക്ക് അറിയണം. പിന്നെ പൊതുവേ നമ്മുടെ ട്രാഫിക്കിൻ്റെ റൈറ്റർ തന്നെയാണ്, ആ ഒരു മീറ്റർ തന്നെയാണ് സിനിമ പിടിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും ട്രാഫിക്കിൻ്റെ അത്ര എത്തിയില്ല. കാരണം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇത് ഒന്നും പറയാനില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ. അങ്ങനെ കുറേ തപ്പി പിടിച്ചിരിക്കുകയാണ് എന്ത് പറയുന്നത്. കാരണം സിനിമയിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ബേബികളെ കണ്ടെത്തണു, ആ ഒരു ത്രില്ല് കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരു ആവറേജ് സംഭവം മാത്രമേ ഉള്ളൂ ബേബി ഗേൾ. അപ്പോൾ എന്തായാലും കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും പോയി കാണാം. ഇതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ആണ്, കാരണം ഇതിൽ പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. എല്ലാവരുടെ അഭിനയം അത്യാവശ്യം ഒരു ഓക്കെ ഫീൽ തന്നെയായിരുന്നു. നീംപോളിയുടെ ത്രില്ലർ സിനിമകളിലും പൊതുവെ പുള്ളിയുടെ ഒരു സേഫ് സോണിൽ നിന്ന് മാറി പിടിച്ചൊരു സംഭവമാണ്, എങ്കിലും ഒരു ആവറേജ് സംഭവമായിട്ട് മാറിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ സേഫ് സോൺ പിന്നെ വരുന്നുണ്ട്, അതായത് നമ്മുടെ ബദലേഹം കുടുംബ യൂണിറ്റ്. പിന്നെ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറും വരുന്നുണ്ട് നമ്മുടെ ബി ഉണ്ണികൃഷ്ണൻ്റെ ഒപ്പം. അതും സഖാവൊക്കെ അത്യാവശ്യം നല്ല സിനിമ തന്നെ ആയിരുന്നു. അപ്പോൾ എന്തായാലും ബി ഉണ്ണികൃഷ്ണൻ്റെ സിനിമയും അത്യാവശ്യം നല്ല തന്നെ ആയിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. പിന്നെ ബി ഉണ്ണികൃഷ്ണൻ്റെ കാര്യമായിട്ട് നമുക്കറിയില്ല, ഇപ്പോൾ പുള്ളി ഇത്തിരി ഔട്ട്ഡേറ്റഡ് ആയിട്ടൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ആ സിനിമയ്ക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെയുള്ള ക്ലൈമാക്സ് അത്യാവശ്യം നല്ല കിടിലാണെന്ന് കുറച്ച് റിവ്യൂസിലൊക്കെ ഞാൻ കേട്ടായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്താണ് പൊതുവേ നടത്താൻ ചാൻസ് ഉള്ളത് അതൊക്കെ തന്നെയുള്ളൂ. ക്ലൈമാക്സിൽ അങ്ങനെ എടുത്തു പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ബാക്കി എല്ലാവരും നമ്മുടെ ജാഫർ ഇടുക്കിയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് അവരുടെ അഭിനയത്തിനൊന്നും കുഴപ്പമില്ല, മേക്കിംഗ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി തന്നെയാണ്. വലിയ ബോറടി ഒന്നുമില്ല, അത് പറയാം. സിനിമയുടെ ആകെ ഒരു പോസിറ്റീവ്, നമുക്ക് വലിയതായിട്ട് ബോറൊന്നും അടിക്കില്ല. വലിയ പിന്നെ അങ്ങനെ മോശമൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ മൊത്തത്തിലൊന്നും സുഖമായില്ല. അപ്പോൾ എന്തായാലും കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും സോണി ലീവിൽ പോയി കാണാം. അപ്പോൾ ഇത്രയുള്ള റിവ്യൂ, അടുത്തൊരു റിവ്യൂ ആയിട്ട് കാണാം.